എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം അതിരാവിലെ ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും എൻ്റെ പ്രിയ പ്രേക്ഷകരുമായും സഹോദരി സഹോദരന്മാരുമായും അല്പസമയം സംസാരിക്കുവാനും സ്വർഗത്തിലെ ദൈവം വഴിവാതിൽ തുറന്നതിന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളു. ഇന്ന് നമ്മുടെ നാട്ടിൽ നാം കാണുന്നത് എല്ലാ ആളുകളും, ഭൂരിഭാഗം ആളുകളും ഈശ്വരവിശ്വാസികളാണ്. നിരീശ്വരവാദി പോലും ഈശ്വരവിശ്വാസിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ അവനും ഈശ്വരനെ ഭജിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. മോഷണത്തിന് പോകുന്ന കള്ളൻ അവൻ മോഷ്ടിക്കാൻ പോകുമ്പോൾ ദൈവത്തെ അല്ല ഈശ്വരനെ അല്ലല്ല അവനെ വിളിച്ച് അവനെ ആരും കാണരുത് എന്ന് പറഞ്ഞ് അവൻ മോഷണം നടത്തുവാനായിട്ട് പോകുന്നു. ചിലർ മോഷണം നടത്തുമ്പോൾ ദൈവമേ എനിക്ക് മറ്റു യാതൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? അത് ചിലപ്പോൾ ആ കേസ് ദൈവം തടഞ്ഞു വയ്ക്കും. എന്നാൽ സ്ഥിരം ജോലിയാക്കിയാൽ ദൈവം അവനെ വിടത്തില്ല. ഈ ലോകം അവനെ നാണക്കേടുണ്ടാക്കി കൊടുക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തിൽ ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ഒരു ശക്തി, ഒരു അജ്ഞാത ശക്തി, ഒരു അദൃശ്യ ശക്തി നമുക്ക് വേണം. അതിന് നാം ഓരോരുത്തരും അതാത് സമയങ്ങളിൽ അവരവരുടെ മതത്തിനനുസരിച്ച്, മതവിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനധർമ്മങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അതല്ല നമുക്ക് പ്രശ്നം. ഞാൻ പല ദേവാലയങ്ങളിൽ, അമ്പലങ്ങളിൽ, പള്ളികളിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. ആളുകൾ വഴിക്ക് നിന്ന് അതിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഹൃദയത്തോട് ചേർത്ത് നെഞ്ചത്ത് കൈവച്ച് ശേഷം 1 രൂപ, 5 രൂപ, 2 രൂപ എടുത്ത് എറിയുന്നു. അതൊരിക്കലും ശരിയായൊരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കണം, കൊടുക്കുന്നതും ആത്മാർത്ഥയോടെ കൊടുക്കണം. ദൈവത്തിൽ നിന്ന് വാങ്ങി ദൈവത്തിന് വേണ്ടി നാം കൊടുക്കുന്നു എന്നല്ലാതെ നമ്മൾ ജനിച്ചു വന്നപ്പോൾ യാതൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോഴും യാതൊന്നും കൊണ്ടുവരത്തില്ല. അപ്പോൾ സർവസൃഷ്ടാവായ ദൈവത്തിന്, അല്ലെങ്കിൽ അഖിലാണ്ടത്തിനുള്ളവനായ ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ നല്ലത് തന്നെ ദയാപൂർവം, കരുണയോട്, ആദരവോട്, വിനയത്തോടെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് മനസ്സിലാക്കും. ദൈവാലയത്തിന് മുമ്പിൽ ചെന്നിട്ട് അല്ലെങ്കിൽ റോഡിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ദേവാലയത്തേക്ക് വഴി എളിഞ്ഞു കളയുന്ന സ്വഭാവം, എറിഞ്ഞു കൊടുക്കുന്ന സ്വഭാവം അതൊരിക്കലും നല്ലതല്ല. അത് ഏത് മതത്തിൽപ്പെട്ടതായാലും ഏത് വിശ്വാസ പ്രമാണത്തിൽപ്പെട്ടതായാലും അത് നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരാൾക്ക് ഒരു സാധനം കൊടുത്താൽ നല്ലതേ കൊടുക്കാവൂ. ദൈവത്തിന് കൊടുത്താലും ദൈവനാമത്തിന് വേണ്ടി കൊടുത്താലും നല്ലതേ കൊടുക്കാവൂ. ചീത്തയായത് നമ്മൾ കൊടുക്കരുത്, എറിഞ്ഞു കൊടുക്കരുത്. വിനയത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൊടുക്കണം. അല്ല, നമ്മുടെ ജീവിത പ്രയാണത്തിൽ നമ്മൾ ഒരുപാട് സമയം ഓടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവ രാജ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളെ കൊടുക്കുന്നത് എറിഞ്ഞ് ഒരിക്കലും കൊടുക്കരുത്. കീറിയത് അല്ലെങ്കിൽ നശിച്ചു പോയത് ഒരിക്കലും കൊടുക്കരുത്. നല്ലത് തന്നെ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മളെല്ലാ മതക്കാരും തയ്യാറാകണം. ചീത്തയായതൊന്നും കൊടുക്കരുത്. ചിലർ വഞ്ചിയിലൊക്കെ പൈസ ഇടുമ്പോൾ അല്ലെങ്കിൽ കീറിയ നോട്ടുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നാം ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിക്കുന്നത്. അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. നമുക്കാരെങ്കിലും തന്നാൽ നമ്മൾ സമ്മതിക്കും. പിന്നെ സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തിലുടയവൻ, സർവവല്ലഭനായ ദൈവം അവിടുത്തെ പാദപീഠത്തിൽ നാം സമർപ്പിക്കുമ്പോൾ, ഏത് മതാചാരത്തിലൂടെയായാലും സമർപ്പിക്കുമ്പോൾ നല്ലതേ കൊടുക്കാവൂ. ഒരു ദാനം ചെയ്താലും നല്ലതേ കൊടുക്കാവൂ, മോശമായത് കൊടുക്കരുത് എന്ന് ഉറപ്പിക്കുകയാണ്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.